In the previous classes, we already discussed about how to fit a straight line and a parabola. Okay, next we have to study that the fitting of a curve of the form y equal to a into b all raised to x. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ തന്നെ ഒരു പരാബോള y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ എന്നിട്ടൊരു പരാബോള നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനാണ് y ഈക്വൽ ടു എ ഇൻറ്റു ബി റേസ് ടു എക്സ് എന്ന രൂപത്തിൽ നമുക്കൊരു കേവ് വരികയാണെങ്കിൽ അതിന് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബെസ്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ചെയ്യാം. വി ഹാവ് ദി കേവ് ഓഫ് ദി ഫോം y ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എക്സ് ആസ് ദി കേവ് ഓഫ് ദി ബെസ്റ്റ് ഫിറ്റ് ഫോർ എ ഡാറ്റ കൺസിസ്റ്റിംഗ് ഓഫ് എ പെയേഴ്സ് എക്സ് ഐ വൈ ഐ ഈക്വൽ ടു എക്സ് ഐ വൈ ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര എൻ. അപ്പോൾ നമുക്ക് ഒരു കേവ് തന്നിട്ടുണ്ട് y ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എക്സ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്, എക്സ് ഐകളും വൈ ഐകളും തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബെസ്റ്റ് ഫിറ്റ് ഓഫ് ദിസ് കേവ് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ തന്ന ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യുക, ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ന്റെ രണ്ട് ഭാഗത്ത് നമ്മൾ ലോഗരിതം എടുക്കാം. നമുക്കറിയാം ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ ബൈ ബി പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അതുപോലെ ലോഗ് എ റേസ് ടു എക്സ് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. ആ പ്രോപ്പർട്ടീസ് ലോഗ്സിന്റെ ആ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ലോഗരിതം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ലോഗ് വൈ ഈക്വൽ ടു ലോഗ് എ പ്ലസ് എക്സ് ഇൻറ്റു ലോഗ് ബി വരും. നെക്സ്റ്റ് നമ്മൾ ഈ ലോഗ് വൈക്കും ലോഗ് എക്കും ലോഗ് ബിക്കും കറസ്പോണ്ടിങ് നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഒരു ലീനിയർ ഇക്വേഷൻ രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് യു ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എക്സ്, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, വേഴ്സ് സ്മോൾ ലെറ്റർ യു എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് വൈ ആണ്. ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ലോഗ് എ ആണ്. ക്യാപിറ്റൽ ബി പറഞ്ഞാൽ ലോഗ് ബി ആണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എന്താണ്, ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. നമുക്കറിയാം ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷന്റെ ഫോമിലാണ് ഉള്ളത് അല്ലെ. വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് പറഞ്ഞ പോലെ രൂപത്തിലൊരു ഇക്വേഷൻ ആണ്. ഇതിൽ എന്തായിട്ട് മാറി, വൈ ഈക്വൽ ടു ലോഗ് വൈ ഈക്വൽ ടു സ്മോൾ ലെറ്റർ യുവും ക്യാപിറ്റൽ എ ഈക്വൽ ടു ലോഗ് എയും ക്യാപിറ്റൽ ബി ഈക്വൽ ടു ലോഗ് ബി ആയിട്ട് നമ്മൾ എടുത്തു. ദെൻ ദി കറസ്പോണ്ടിങ് നോർമൽ ഇക്വേഷൻസ് ദാറ്റ് ഈൽഡ്സ് എ ആൻഡ് ബി ആർ സമ്മേഷൻ യു ഐ ഈക്വൽ ടു എൻ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ and summation xi ui equal to a into summation xi plus b into summation xi square. Then ഈ രണ്ട് നോർമൽ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും, എയും ബിയും കിട്ടും. ആ എയും ബിയും കിട്ടിയാൽ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആണ് നമുക്ക് ഈ രണ്ട് നോർമൽ ഇക്വേഷൻസും സോൾവ് ചെയ്താൽ കിട്ടുക. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും ആണ്. ദെൻ നമുക്കറിയാം പ്രൊഡക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ പ്ലസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്കറിയാം എന്ത് ഓപ്പറേഷൻ ആണ്, എന്ത് മൈനസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ലോഗിന്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ ആന്റി ലോഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കിട്ടിയ ആന്റി ലോഗ് എടുത്താൽ നമുക്ക് സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും കറസ്പോണ്ടിങ് കിട്ടും. ഓക്കെ, വേർ യു ഐ ഈക്വൽ ടു ലോഗ് വൈ ഐ ആൻഡ് സോൾവിംഗ് ദോസ് ടു ഇക്വേഷൻസ് for a and b from which small letter a equal to anti-log of capital A and small letter b equal to anti-log of capital B can be found. Okay, അപ്പോൾ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും കിട്ടിയാൽ അത് നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഒബ്റ്റെയിൻ ദി കർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഫോർ ദി ഗിവൺ ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലീനിയർ ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റുക. കർവിന്റെ ഇക്വേഷൻ ലീനിയർ ഇക്വേഷനിലേക്ക് മാറ്റിയിട്ട് നോർമൽ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ലീനിയർ ഇക്വേഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗരിതം യൂസ് ചെയ്തു. അപ്പോൾ ലോഗരിതം എന്താണെന്ന് നോക്കി വെക്കുക, ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് നോക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ഫിറ്റ് എ കർവ് ഓഫ് ദി ഫോം y ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എക്സ് ടു ദി ഫോളോവിങ് ഡാറ്റ. നമുക്ക് എക്സ് ഐകളും വൈ ഐകളും തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, വൈ ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എക്സ് ആണ് നമ്മൾ എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ലോഗ് എടുക്കുക രണ്ട് ഭാഗത്തും. ദെൻ അതിൽ ലോഗ് വൈക്ക് പകരം യു ഐയും ലോഗ് എക്ക് പകരം ക്യാപിറ്റൽ എയും ലോഗ് ബിക്ക് പകരം ക്യാപിറ്റൽ ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഹിയർ n ഈക്വൽ ടു 8 ആണ്. 8 ഒബ്സർവേഷൻ നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, ദ കർവ് ഈസ് ഓഫ് ദി ഫോം y ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എക്സ് ആണ്. ദെൻ വി ഹാവ് ദി കറസ്പോണ്ടിങ് നോർമൽ ഇക്വേഷൻ. നമ്മൾക്ക് എങ്ങനെ നോർമൽ ഇക്വേഷൻ കിട്ടിയത്, നമ്മൾ ഇതിനാദ്യം ലോഗരിതം വെച്ചിട്ട് അതിനെ സോൾവ് ചെയ്തു. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദെൻ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് നോർമൽ ഇക്വേഷൻസ് കിട്ടും. സമ്മേഷൻ യു ഐ ഈക്വൽ ടു എൻ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ ആൻഡ് സമ്മേഷൻ എക്സ് ഐ യു ഐ ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. ഓക്കെ, യു ഐ
സമ്മേഷൻ എക്സ് ഐ യു ഐ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ യു ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഗ് വൈ ഐ ആണ്. എ എന്ന് പറഞ്ഞാൽ ആന്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ എ ആണ്. ബി എന്ന് പറഞ്ഞാൽ ആന്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ ബി ആണ്. അപ്പോൾ നമുക്ക് ടേബിളിലേക്ക് മാറ്റാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? യു ഐ ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എക്സ് ഐ യു ഐ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എക്സ് ഐ സ്ക്വയർ ആവശ്യമുണ്ട്. സോ എക്സ് ഐ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്, വൈ ഐ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്. അത് നേരെ ടേബിളിലേക്ക് മാറ്റുക. സമ്മേഷൻ എക്സ് ഐയും സമ്മേഷൻ വൈ ഐയും കണ്ടുപിടിക്കുക. ദെൻ യു ഐ എന്ന് പറഞ്ഞാൽ ലോഗ് വൈ ഐ ആണ്. വൈ ഐ ഈക്വൽ ടു 1 ആകുമ്പോൾ യു ഐ ഈക്വൽ ടു 0 വരും. സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. 1.2ന്റെ ലോഗ് എന്ന് പറഞ്ഞാൽ 0.1823 വരും. അങ്ങനെ ഈച്ച് വൈ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യു ഐകളും നമ്മൾ കണ്ടുപിടിക്കാം. ദെൻ എക്സ് ഐ ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഐ സ്ക്വയറുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ സമ്മേഷൻ കണ്ടുപിടിക്കുക. ദെൻ എക്സ് ഐ യു ഐ നമുക്ക് ആവശ്യമുണ്ട്. എക്സ് ഐകൾ നമുക്കറിയാം, യു ഐകൾ നമുക്കറിയാം. ദെൻ രണ്ടു കൂടി പ്രൊഡക്റ്റ് എടുക്കുക. അത് ഫസ്റ്റ് റോ കോളം തേർഡ് കോളം തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുക. ദെൻ വി ഗെറ്റ് എക്സ് ഐ യു ഐ കിട്ടും. അതിന്റെ സമ്മേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. സമ്മേഷൻ എക്സ് ഐ ഈക്വൽ ടു 36, സമ്മേഷൻ വൈ ഐ ഈക്വൽ ടു 30.5, സമ്മേഷൻ യു ഐ ഈക്വൽ ടു 8.6103, സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഈക്വൽ ടു 204 ആൻഡ് സമ്മേഷൻ എക്സ് ഐ യു ഐ ഈക്വൽ ടു 52.3594 വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക? നമ്മുടെ നോർമൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ദി നോർമൽ ഇക്വേഷൻസ് ബിക്കംസ് 8.6103 ഈക്വൽ ടു 8a plus 36b. And second normal equation 52.3594 equal to 36a plus 204b. Equation number 1 and 2 നമുക്ക് സോൾവ് ചെയ്തിട്ട് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എനെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ 8ന്റെയും 36നും കോമൺ ആയിട്ട് വരുന്നത് 72 ആണ് വരുന്നത്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ വരുന്നത്. അപ്പോൾ 1നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 8നെ 72 ആക്കാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 2നോട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 നമുക്ക് 72 ആക്കി മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 into 9 ഈക്വൽ ടു 77.4927 ഈക്വൽ ടു 72a plus 324b. അതിന് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 104.7188 ഈക്വൽ ടു 72a plus 408b. ഇനി ഇക്വേഷൻ നമ്പർ 3നും ഇക്വേഷൻ നമ്പർ 4നും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എ മൊത്തത്തിൽ ക്യാൻസൽ ആയി പോകും, ബി നമുക്ക് അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 27.2261 ഈക്വൽ ടു 84b വരും. ദെൻ ബി ഈക്വൽ ടു എന്ത് വരും? 0.3241 വരും. ക്യാപിറ്റൽ ബി ഈക്വൽ ടു 0.3241 ആണെങ്കിൽ ക്യാപിറ്റൽ എ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിച്ച് നമുക്ക് കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ബി ഈക്വൽ ടു ഇൻ ഇക്വേഷൻ നമ്പർ 1, ദെൻ വി ഗെറ്റ് 8.6103 ഈക്വൽ ടു 8a plus 36 into 0.3241 വരും എന്ത് നമുക്ക് ഇക്വേഷൻ. അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് നമുക്ക് ക്യാപിറ്റൽ എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്യാപിറ്റൽ എ ആണ് -0.3822 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഡബിൾ ഇംപ്ലൈസ് കൊടുത്തിട്ട് എഴുതുക. 80a ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിന് നമുക്ക് എ ഈക്വൽ ടു നമുക്ക് എന്ത് വരും? -0.3822 വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 8.6103 ഈക്വൽ ടു 8a plus 36 into 0.3241 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് 80a നമുക്ക് കിട്ടും. ദെൻ എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ എ ആണ് ഈ കിട്ടിയിട്ടുള്ളത് -0.3822. അപ്പം ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എയുടെ വാല്യൂ ആണ്. അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ ജസ്റ്റ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ എ ഈക്വൽ ടു -0.3822. അപ്പോൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കിട്ടി. ദെൻ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കിട്ടിയാൽ നമുക്ക് സ്മോൾ എയും സ്മോൾ ബിയും കിട്ടും. ദെർഫോർ സ്മോൾ എ ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ എ, ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? ആന്റി ലോഗ് ഓഫ് -0.3822, ദാറ്റ്സ് ഈക്വൽ ടു 0.6824 വരും. ആൻഡ് സ്മോൾ ലെറ്റർ ബി ഈക്വൽ ടു എന്താണ്? ആന്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ ബി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ് 0.3241 വരും. ദാറ്റ്സ് ഈക്വൽ ടു 1.3828 വരും. Hence, for the given data, the curve of best fit of the required form is, നമുക്കറിയാം ബെസ്റ്റ് ഫിറ്റ് കർവിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു a into b all raised to xn. എയും ബിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ എയുടെയും ബിയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ കൊടുക്കുക. ദാറ്റ്സ് ഈക്വൽ ടു y ഈക്വൽ ടു 0.6824 into 1.3828 all raised to x. ഈ എക്സിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് ഏതൊരു വാല്യൂ കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് നമുക്ക് y നമുക്ക് കിട്ടും. കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന വാല്യൂസ് തന്നെ ഇട്ട് കൊടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് എക്സുകൾക്ക് അവർ 1 2 3 4 5 up to 8 വരെ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കുക. അതിന് കറസ്പോണ്ടിങ് y വാല്യൂ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫിറ്റിംഗ് ഓഫ് ദി കർവ് ഓഫ് ദി ഫോം y ഈക്വൽ ടു a into x raised to b. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ
കേവും ഈ കേവും നമ്മൾ വ്യത്യാസം എന്താ? നേരത്തെ നോക്കിയത് y ഈക്വൽ ടു a ഇൻറ്റു ബി ഓൾ റേസ് ടു എക്സ് ആയിരുന്നു. ഇവിടെ എന്തായിട്ട് മാറി? a ഇൻറ്റു എക്സ് ഓൾ റേസ് ടു ബി ആയിട്ട് മാറി. ഓക്കെ, നേരത്തെ ഇതുപോലെ എന്ത് ചെയ്യുക, ഇതിന്റെ ലോഗരിതം എടുക്കുക, സോൾവ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് നോർമൽ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, സപ്പോസ് വി വിഷ് ടു ഹാവ് ദി കർവ് ഓഫ് whose equation is of the form y equal to ax all raised to b, taking logarithm on both side of the equation number 1, then we get log y equal to log a plus b into log x. ഇതാണ് എങ്ങനെ കിട്ടിയത്? ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. അതായത് ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എക്സ് റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ ബി ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ലോഗ് വൈക്ക് പകരം യുവും ലോഗ് എക്ക് പകരം ക്യാപിറ്റൽ എയും ലോഗ് എക്സിന് പകരം ക്യാപിറ്റൽ എക്സ്, അത് നോട്ട് ചെയ്ത് വെക്കണം. ലോഗ് എക്സിന് പകരം നമ്മൾ ക്യാപിറ്റൽ എക്സ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, മാറിപ്പോകരുത്. ഓക്കെ, ദെൻ വി ഗെറ്റ് യു ഈക്വൽ ടു ക്യാപിറ്റൽ എ പ്ലസ് ബി ഇൻറ്റു ക്യാപിറ്റൽ എക്സ് വരും. ഇനി ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. ഈ ഇക്വേഷൻ നമ്പർ 2 എന്തായാലും ലീനിയർ ഇക്വേഷൻ ആണ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വേർ യു ഈക്വൽ ടു ലോഗ് വൈ ആൻഡ് ക്യാപിറ്റൽ എ ഈക്വൽ ടു ലോഗ് എ ആൻഡ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ്. Therefore, the normal equation that yield capital A and small letter b are summation ui equal to n into a plus small letter b into summation xi, capital xi. Note ചെയ്തോക്കണം. Summation capital xi ui equal to capital A into summation capital xi plus b into summation capital xi square. Equation number 3 equation number 4 നോട്ട് ചെയ്ത് വെക്കുക. അവിടുത്തെ ക്യാപിറ്റൽ എക്സ് ആണ്, അല്ല സ്മോൾ ലെറ്റർ എക്സ് അല്ല, ക്യാപിറ്റൽ എക്സ് ആണ്. എന്താണ്? ലോഗ് എക്സ് ആയിരുന്നു. സോൾവിംഗ് ദീസ് ഇക്വേഷൻ നമ്പർ 3 and 4 we obtain capital A and small letter b, from which we get small letter a equal to എന്താണ്? ആന്റി ലോഗ് ഓഫ് ക്യാപിറ്റൽ എ ക്യാൻ ബി ഫൗണ്ട്. ഓക്കെ, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ എയും സ്മോൾ ലെറ്റർ ബി നമുക്ക് ആ നോർമൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടും. അതിന് നമ്മൾ സ്മോൾ ലെറ്റർ എ കണ്ടുപിടിക്കുക. ദെൻ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും കിട്ടിയാൽ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വി ഒബ്റ്റെയിൻ ദി കർവ് ഓഫ് ദി ബെസ്റ്റ് ഫിറ്റ് ഫോർ ദി ഗിവൺ ഡാറ്റ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു കേർവ് ആണ് ഫിറ്റിംഗ് ഓഫ് ദി കേർവ് ഓഫ് ദി ഫോം y ഈക്വൽ ടു എ ഇൻറ്റു ഇ ഓൾ റേസ് ടു ബി എക്സ്. ഓക്കെ, ഇവിടെ കേർവ് നോക്കുക, എ ഇൻറ്റു ഇ ഓൾ റേസ് ടു ബി എക്സ് ആണ്. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഈസ് ദ റിക്വയർഡ് കേർവ് ഓഫ് ദി ബെസ്റ്റ് ഫിറ്റ് ഫോർ ദി ഗിവൺ ഡാറ്റ. നമ്മൾ എന്ത് ചെയ്യുക? ടേക്കിംഗ് ലോഗരിതം ഓൺ ഇക്വേഷൻ നമ്പർ 1 ഓഫ് ബോത്ത് സൈഡ് വി ഗെറ്റ് ലോഗ് വൈ ഈക്വൽ ടു ലോഗ് എ പ്ലസ് ബി എക്സ് ഇൻറ്റു ലോഗ് ഇ. പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതം വെച്ചിട്ടാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. അവിടെ എന്ത് ചെയ്യുക? അതിന് നമ്മൾ യു ഈക്വൽ ടു എ പ്ലസ് ക്യാപിറ്റൽ ബി എക്സ് ആക്കി നമ്മൾ മാറ്റുന്നു. വേർ യു ഈക്വൽ ടു എന്താണ്? ലോഗ് വൈ, ക്യാപിറ്റൽ എ ഈക്വൽ ടു ലോഗ് എ, ക്യാപിറ്റൽ ബി ഈക്വൽ ടു ബി ഇൻറ്റു ലോഗ് ഇ. നോട്ട് ചെയ്ത് വെക്കുക. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ബി ഇൻറ്റു ലോഗ് ഇ ആണ്. Therefore, the normal equations are എന്താണ്? സമ്മേഷൻ യു ഐ ഈക്വൽ ടു എൻ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ. ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇവിടുത്തെ എക്സ് ഐകൾ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എക്സ് ഐകളാണ്. ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. സ്മോൾ ലെറ്റർ എക്സ് ഐകളാണ് ഇവിടെ വരിക. സമ്മേഷൻ എക്സ് ഐ യു ഐ ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ വരും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ യു ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ ചെയ്ത മെത്തേഡും ഈ മെത്തേഡും നമ്മൾ വ്യത്യാസമുണ്ട്. ഇവിടെ സമ്മേഷൻ യു ഐ ഈക്വൽ ടു എൻ ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ, സമ്മേഷൻ എക്സ് ഐ യു ഐ ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടുത്തെ എക്സ് ഐകളാണ് കേട്ടോ, അല്ലാതെ ലോഗ് എക്സ് ഐ അല്ല. അപ്പൊ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും മാത്രം കണ്ടുപിടിച്ചാൽ മതി, എക്സ് ആയിട്ടൊരു ബന്ധമില്ല. ഓക്കെ, സോൾവിംഗ് 4 and 5 and we get capital A and capital B. Then A equal to എന്ത് വരും? സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആന്റി ലോഗ് എ വരും. സ്മോൾ ലെറ്റർ ബി എന്ത് വരും? നമ്മൾക്ക് അറിയാം ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് ഇ ആണ്. ദെൻ സ്മോൾ ലെറ്റർ ബി എന്ത് വരും? ക്യാപിറ്റൽ ബി ബൈ ലോഗ് ഇ വരും. Substituting small letter a and small letter b in equation number 1, we get the curve of the best fit for the given pairs of observation. Okay, ഇപ്പൊ നോട്ട് ചെയ്യണം. ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സമ്മേഷൻ എക്സ് ഐ, ഈ എക്സ് ഐ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എക്സ് ഐ ആണ്. നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡാറ്റാസിലുള്ള എക്സ് ഐ ആണ്. ആ എക്സ് ഐ നമ്മൾ ലോഗ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുത്തെ കേവ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ് ആണ്. അതിന് ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും? ലോഗ് y ഈക്വൽ ടു ലോഗ് എ പ്ലസ് ബി എക്സ് ഇൻറ്റു ലോഗ് ഇ ആണ്. ഇവിടെ നമ്മൾ ലോഗ് വൈക്കും ലോഗ് എക്കും ബി ലോഗ് ഇക്കും ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. യു ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കേർവ് ആണെന്ത്? ഫിറ്റിംഗ് ഓഫ് ദി കേർവ് ഓഫ് ദി ഫോം y ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പാരാബോളിക് ഇക്വേഷൻ ഫോമിലാണ് ഇതുള്ളത്. ഇതിന് നോർമൽ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. To fit a curve of the form y equal to ax square plus b by x, and equation number 1, the normal equations എന്താ വരിക? summation y equal to a into summation x square plus b into summation 1 by x വരും. ഇതിന്റെ ഓർഡർ 2 ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ ഓർഡർ നോക്കണ്ട. സമ്മേഷൻ y ഈക്വൽ ടു എന്ത് വരും? a ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ 1 by എക്സും
തേർഡ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് വരും? സമ്മേഷൻ എക്സ് വൈ ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ക്യൂ പ്ലസ് എൻ ഇൻറ്റു ബി വരും. ഇക്വേഷൻ നമ്പർ 3. ഇവിടെ എക്സും വൈ ഒക്കെ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസിലുള്ള എക്സും വൈ ആണല്ല, ലോഗരിതം എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എക്സ് തന്നെയാണ്. ഓക്കെ, സമ്മേഷൻ എക്സ് വൈ ഈക്വൽ ടു എ ഇൻറ്റു സമ്മേഷൻ എക്സ് ക്യൂ പ്ലസ് എൻ ഇൻറ്റു ബി. സോൾവിംഗ് ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 ഫോർ എ ആൻഡ് ബി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എ ആൻഡ് ബി ഇൻ ഇക്വേഷൻ നമ്പർ 1 വി ഗെറ്റ് ദി റിക്വയർഡ് കർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ള കേഴ്സുകൾ എന്തൊക്കെയായിരുന്നു? മെയിൻ ആയിട്ട് ലോഗരിതം പ്രോപ്പർട്ടി വെച്ച് ചെയ്യേണ്ട കേഴ്സുകളായിരുന്നു. അതായത് ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് വണ്ണ് ഈ വൈ ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എക്സ്. അതുപോലെ തന്നെ സെക്കൻഡ് വണ്ണ് വൈ ഈക്വൽ ടു എ എക്സ് ഓൾ റേസ് ടു ബി എന്ന് പറഞ്ഞിട്ടുള്ള വൈ ഈക്വൽ ടു എ എക്സ് ഓൾ റേസ് ടു ബി എന്ന് പറഞ്ഞിട്ടുള്ള കേർവ് ആയിരുന്നു. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. തേർഡ് വണ്ണും വൈ ഈക്വൽ ടു എ ഇ ഓൾ റേസ് ടു ബി എക്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിയ ഫസ്റ്റും സെക്കൻഡും, അതായത് തേർഡും ഫോർത്തും കേർവിൻ്റെ ഇക്വേഷൻസ് കിട്ടിയാൽ നമുക്ക് ഫിഫ്ത്തും സിക്സ്ത്തും എന്തായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാനായിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.